ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള കണ്ണൂരിലെ മുൻസിഫ് കോടതി കെട്ടിടം ഓർമ്മയാകുന്നു. സ്വാതന്ത്ര്യത്തിനു മുൻപ് ബ്രിട്ടീഷ് നിയമസംഹിത കേന്ദ്രീകരിച്ചുള്ള വിധികളും സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ നിയമപ്രകാരമുള്ള വിധികളും പുറപ്പെടുവിച്ച രാജ്യത്തെ തന്നെ അത്യപൂർവ കോടതികൾ പ്രവർത്തിച്ചു വന്നിരുന്ന പൗരാണിക ഭംഗിയുള്ള കെട്ടിടമാണ് പൊളിച്ചു തുടങ്ങിയത്. 1907 നിർമ്മിച്ച ഈ കോടതി കെട്ടിടം കണ്ണൂരിന്റെ ചരിത്ര സാക്ഷി കൂടിയാണ്. ഓടുമേഞ്ഞ മേൽക്കൂരയ്ക്ക് താഴെയായി പൂവോടുകൾ പാകി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ചുമരുകൾക്ക് സാധാരണ കെട്ടിടങ്ങളെക്കാളും ഉയരമുണ്ട്. കൂടാതെ പ്രത്യേക രീതിയിലുള്ള വായുസഞ്ചാര ക്രമീകരണമാണ് കെട്ടിടത്തിൽ ഒരുക്കിയിട്ടുള്ളത്. വൈദേശിക ഭരണകാലത്ത് ബ്രിട്ടീഷുകാരായ ജഡ്ജിമാരുൾപ്പെടെയുള്ളവർക്ക് ഇവിടുത്തെ കടുത്ത ചൂട് സഹിക്കാൻ വിഷമമായിരുന്നതിനാലാണ് അക്കാലങ്ങളിൽ കെട്ടിട നിർമ്മാണത്തിൽ ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയിരുന്നത്. മികച്ച തരം മര ഉരുപ്പിടികളാണ് മേൽപ്പുരയ്ക്കും മറ്റും ഉപയോഗിച്ചിരുന്നത്. കുമ്മായത്തിൽ ചെങ്കൽ ഉപയോഗിച്ച് നിർമ്മിച്ച് കുമ്മായം കൊണ്ട് തന്നെ പ്ലസ്റ്ററിംഗ് നടത്തിയതായിരുന്നു കെട്ടിടത്തിന്റെ ആദ്യ നിർമ്മിതി. പിന്നീട് പലപ്പോഴായി കെട്ടിടം നവീകരിച്ച് ബലപ്പെടുത്തുകയായിരുന്നു. കാലപ്പഴക്കം നേരിടുന്ന കെട്ടിടം പുതുതായി 7 നിലകളുള്ള കോടതി സമുച്ചയം നിർമ്മിക്കുന്നതിനായാണ് കരാറുകാരായ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി പൊളിച്ചു നീക്കുന്നത്. 40 കോടിയിലധികം ചെലവിലാണ് പുതിയ കോടതി സമുച്ചയം നിർമ്മിക്കുക. മുഖ്യമന്ത്രിയുടെ സൗകര്യാർത്ഥം പുതിയ കെട്ടിടത്തിന്റെ തുറക്കല്ലിടൽ തീയതി പിന്നീട് തീരുമാനിക്കും.